വെൽക്കം ബാക്ക്. ദില്ലി തൊഴിൽ മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ രാജിവാർത്തയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന്. പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജ്കുമാർ രാജി നൽകിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി അംഗത്വവും രാജ്കുമാർ രാജിവെച്ചിട്ടുണ്ട്. മറ്റൊരു പാർട്ടിയിലേക്കും ഇല്ല എന്നും രാജ്കുമാർ ആനന്ദ് പറയുന്നു. നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, കെജ്രിവാൾ അടക്കമുള്ളവർ ഇപ്പോൾ നിയമവഴിയിലൂടെ പോരാട്ടം തുടരുമ്പോഴാണ് ആം ആദ്മി പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു പൊട്ടിത്തെറിയാകുന്ന തരത്തിൽ ആം ആദ്മി പാർട്ടി അംഗത്വം രാജിവെച്ചുകൊണ്ട് ഒരു മന്ത്രി തന്നെ പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന് ആരോപിക്കുന്നത്. എന്താണ് രാജ്കുമാറിന്റെ അടുത്ത നീക്കം? രാജ്കുമാർ ആനന്ദിന്റെ രാജി എന്താണെങ്കിലും ആം ആദ്മി പാർട്ടി സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം എല്ലാവരും കേജ്രിവാളിനൊപ്പം അണിനിരക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോഴും ആം ആദ്മി പാർട്ടി അഴിമതിയുടെ ചിഹ്നമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു മന്ത്രി തന്നെ, തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ രാജിവെച്ചുകൊണ്ട് പുറത്തേക്ക് പോയിരിക്കുന്നു. മന്ത്രിസ്ഥാനം മാത്രമല്ല, ആം ആദ്മി പാർട്ടി അംഗത്വം കൂടി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടിയാണ്. പാർട്ടി ഒറ്റക്കെട്ടാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുമ്പോൾ അതിനുള്ള തിരിച്ചടി കൂടിയാണ്. ഒപ്പം നേരത്തെ രാജ്കുമാർ ആനന്ദിനെതിരെ ഇ ഡി അന്വേഷണവും അദ്ദേഹത്തിന്റെ വസതിയിൽ ഉൾപ്പെടെ ഇ ഡി പരിശോധനയും നടന്നിരുന്നു എന്നതും മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ്. 7 കോടി രൂപയുടെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി അദ്ദേഹത്തിന്റെ വസതിയിൽ ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. മറ്റൊരു പാർട്ടിയിലേക്കും താഞ്ഞു പോകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ രാജി എങ്കിൽ പോലും സാധാരണഗതിയിൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല നേതാക്കളും രാജിവെച്ചപ്പോൾ താഞ്ഞ് മറ്റൊരു പാർട്ടിയിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിയാണെങ്കിൽ പോലും പിന്നീട് അവരെല്ലാം BJPയിൽ ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള നീക്കം രാജ്കുമാർ ആനന്ദിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നത് വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും കണ്ടറിയണം. ഏതാണെങ്കിലും നിലവിലത്തെ പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി തന്നെ പറയുന്നു പാർട്ടി അഴിമതിയുടെ ചിഹ്നമാണ്. അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മന്ത്രി രാജിവെച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സുജയ. ഓക്കെ, രാജ്കുമാർ ആനന്ദിന്റെ രാജി അത് BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പട്ടേൽ നഗറിൽ നിന്ന് രാജ്കുമാർ ജയിച്ചതും അതിനുശേഷം മന്ത്രിയായതും. ഇനിയിപ്പോൾ രാജ്കുമാർ അടുത്തതായി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും ഇപ്പോഴുയർന്ന അഴിമതി ആരോപണങ്ങളിൽ എന്താണ് രാജ്കുമാറിന് പറയാനുള്ളത്? ഒരു പാർട്ടി ഇൻസൈഡർ രാജിവെച്ചതിന് ശേഷം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പോകുന്ന ദിവസങ്ങളാണോ ഇനി മുന്നിലുള്ളതെന്നും അറിയേണ്ടിയിരിക്കുന്നു. താങ്ക് യു, നോബൽ മാരിക്കാരൻ.